ബന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ഒരു 4 ബന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ പിറത്തെ തൊലിയൊന്നും വേണ്ട, അതെല്ലാം മാറ്റിയിട്ട് വേണം എടുക്കാൻ. അതൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ പിറത്തെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് എന്താ ഇവിടെ ഒരെണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 4 എണ്ണം എടുക്കുകയാണ്. ഞാനിതിപ്പോൾ കൈ കൊണ്ടാണ് നന്നായിട്ട് പൊടിച്ചെടുത്തത്. കൈ കൊണ്ട് വേണമെങ്കിൽ പൊടിക്കാം, മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ഇനി അതിനായി ഇവിടെ 1 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ബാക്കി വരുന്ന ചിലപ്പോഴൊക്കെ വാങ്ങുമ്പോൾ അത്രയും നമ്മൾ കഴിക്കില്ലല്ലോ. ബന്നൊക്കെ വാങ്ങിച്ചാൽ എല്ലാവർക്കും കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കും. നമ്മൾ കഴിക്കാതെ വെച്ചേക്കുന്ന ബാക്കി വരുന്ന ബ്രെഡിലും ചെയ്യാവുന്നതാണ്. ബ്രെഡിനെ ഇതുപോലെ നമുക്കെടുത്തിട്ട് അതിൻ്റെ സൈഡ് കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത്തിരി സമയമൊന്നും വേണ്ട. ഉണ്ടോ, കറക്റ്റ് ഈ പരുവമായിരിക്കണം. നമുക്കിത് എടുത്തിട്ട് പരത്താൻ കണക്കിനുള്ള ഒരു പരുവമായിരിക്കണം. ഈ പരുവത്തിന് മാവ് എടുത്ത് ഉരുട്ടിയതിന് ശേഷം ഇത് നമുക്ക് ഉള്ളം കയ്യിൽ വെച്ചിട്ടാ ഇങ്ങനെ വേണമെങ്കിലും ആക്കി വയ്ക്കാം. നന്നായിട്ട് ഒന്നമർത്തിയെടുത്താൽ മതി. ഈ കണക്കിന് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം നമുക്ക് ആ കണക്കിന് ചെയ്തെടുക്കാം. ക്യാമറ പിടിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒറ്റ കയ്യിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ട വേണം. അതിനായി ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം തികയുമെന്നാണ് തോന്നുന്നത്. എന്നാൽ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ മുട്ടയുണ്ടെങ്കിൽ എടുത്തുകൊണ്ടാൽ മതി. കൂടുതൽ വേണമെങ്കിൽ ഞാനിപ്പോൾ ഈ മുട്ടയിലേക്ക് 1 സ്പൂണ് കോൺഫ്ലവർ കൂടെ ചേർക്കുകയാണ്. ഇതുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കോൺഫ്ലവർ കൂടെ ഇടുമ്പോൾ നമുക്ക് ആ മുട്ടയുടെ ചുവയൊന്നും വരത്തില്ല. നല്ല ഒരു ടേസ്റ്റ് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ശകലം കോൺഫ്ലവർ ഇടാമെന്ന് വിചാരിച്ച്. നന്നായിട്ട് കടയണം. ഇടുക, നന്നായിട്ട് കടഞ്ഞ് വെച്ചിട്ടുണ്ട്. കോൺഫ്ലവറും മുട്ടയും കൂടി
ഇനി നമുക്ക് അതിനായി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് മതി, ശകലം മതി. ശകലം എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ എണ്ണയെ ഞാനിപ്പോൾ 2-3 ടേബിൾ സ്പൂൺ വരും, അത്രേ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്കൊന്ന് മുക്കിയിട്ട് ആണ് നമ്മൾ അതിലേക്ക് വയ്ക്കുന്നത്. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല രുചിയുമാണ്. എല്ലാവരും അപ്പോൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റിയുള്ളൊരു പലഹാരമാണ്. കഴിച്ചാലും നമുക്ക് മതി വരില്ല. നമ്മളെ വീട്ടിലൊക്കെ ബ്രെഡെല്ലാം അതുപോലെ വരുമല്ലോ, ബ്രെഡിലായാലും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ബന്നാണ് ഉണ്ടായിരുന്നത്, അതിനാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡിൽ വേണമെങ്കിൽ ചെയ്യാം. ഒരു മുട്ട മതി. ഒരു കവറിന് ഞാനിപ്പോൾ 4 ബന്നാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ 13 കിട്ടിയിട്ടുണ്ട്. ഒരു മുട്ട തന്നെ ധാരാളമാണ്. കണ്ടോ, നിറച്ച് നല്ലൊരു മണവും ടേസ്റ്റിയും വരും. ബന്ന് മധുരം ഉള്ളത് കൊണ്ടാണ് ഞാനതിൽ മുട്ടയിൽ വേറൊന്നും ചേർക്കാത്തത്. ഉപ്പും മധുരവും കൂടെ ആയാൽ ശരിയാവില്ല. അതുകൊണ്ട് മുട്ടയ്ക്ക് മധുരം ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും. വേണമെങ്കിൽ മധുരം വേണമെങ്കിലും ചേർക്കാം. മുട്ടയിലോട്ട് ശകലം പഞ്ചസാര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റിയായി. തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ട് കരിഞ്ഞു പോകും. ശകലം ഒന്ന് കളർ മാറിപ്പോയി, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് തന്നെ അത് ചെയ്യണം. എങ്കിലാണ് അത് മുരിഞ്ഞ് വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കണ്ടോ, ഇവിടെ എല്ലാം തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഒരുപാട് ഐറ്റങ്ങളൊന്നും വേണ്ട. ഒരു മുട്ട വേണം. ഇതെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഉണ്ടോ, എല്ലാം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 പുറവും മുരിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവും.
ഒരുപാട് സമയമൊന്നും വേണ്ട. എല്ലാം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്ത് കണ്ടാലേ, സബ്സ്ക്രൈബും ചെയ്താലേ ഞാനിടുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് കിട്ടുള്ളൂ. കമൻറ്റും ചെയ്യണം, എങ്കിലേ നമുക്ക് അടുത്ത് പിന്നെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയുള്ള ഒരു പലഹാരമാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. കണ്ടോ? ഇവിടെ ടാറ്റാ, ബൈ ബൈ. ടാറ്റാ. കണ്ടോ, നല്ല സ്പോഞ്ച് പോലാണ് ഇരിക്കുന്നത്. നല്ല തിന്നാനും നല്ല ടേസ്റ്റിയാണ്. ഇപ്പം ചൂടാണ്, അല്ലെങ്കിൽ ഞാൻ കഴിച്ച് കാണിക്കാമായിരുന്നു. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള